മനം മാറ്റുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ചില അമ്മച്ചിമാർ വന്ന് പറയാറുണ്ട്, എൻ്റെ അച്ചോ അവളുടെ മനമാകെ മാറിയിരിക്കുകയാണ്, എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. ഒരാഴ്ചയായിട്ട് അവൾക്ക് ഭയങ്കര ദേഷ്യം, മാതാപിതാക്കളോട് സ്നേഹമില്ല, പ്രാർത്ഥനയ്ക്ക് കൂടുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല, തട്ടിക്കയറണ സ്വഭാവം, വലിച്ചെറിയണ സ്വഭാവം. ഇതുപോലെ തന്നെ നേരെ മറിച്ചും വരാം. ഒരു ധ്യാനം കഴിഞ്ഞ് വന്നിച്ചും പറയാറ്, എൻ്റെ അച്ചോ അവളാകെ മാറിയിട്ടോ, പണ്ടത്തെ സ്വഭാവമൊക്കെ മാറി, ഇപ്പോൾ വളരെ സ്നേഹ, മരുമോൾ എന്നോട് ഭയങ്കര പൊരിഞ്ഞ സ്നേഹം അച്ചു. എൻ്റെ സഹോദരങ്ങൾ, എന്താ ഈ മനം മാറ്റത്തിൻ്റെ കാരണം? പല വിധത്തിലാണ് ഒരാളുടെ മനസ്സ് മാറിപ്പോകുന്നത്, മനസ്സിലായോ? പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഇപ്പോൾ പ്രേമബന്ധത്തിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിൻ്റെ ആയാലും ആണിൻ്റെ ആയാലും മനസ്സാകെ മാറിപ്പോകും. അത് നെഗറ്റീവിലേക്ക് പോകുന്ന തരം. ഇങ്ങനെ ഒത്തിരി ഘടകങ്ങളുണ്ട് നെഗറ്റീവിലേക്ക് പോകുന്നത്. അപ്പോൾ പ്രേമബന്ധം, ചെറുക്കൻ്റെ ആണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു പ്രേമബന്ധത്തിൽ പെട്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഭയങ്കരമായ മനം മാറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ മദ്യം കഴിക്കുന്നു എന്ന് വിചാരിച്ചോ, ഒരുത്തൻ കള്ളുകൂടിയന്മാരുടെ ഗ്യാങ്ങിൽ ചെന്ന് പെട്ടു, അവൻ്റെ സ്വഭാവം ആകെ മാറിപ്പോകും. അതൊരു വലിയ ഘടകമാണ്. പിന്നെ ഗ്രൂപ്പുകൾ, മദ്യം കഴിക്കുന്ന ഗ്രൂപ്പുകൾ, കഞ്ചാവ് ഉപയോഗിക്കുന്ന ഗ്രൂപ്പുകൾ, കൊള്ള സംഘത്തിൽപ്പെടുന്ന ഗ്രൂപ്പ് വ്യക്തികൾ, ഇവരുടെയൊക്കെ മനസ്സ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് മാറിപ്പോകും. ഇതാണ് എൻ്റെ തലം. ഇതുപോലെ തന്നെ പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം വരുന്ന അവസരത്തിൽ കടക്കണിയിൽ ചെന്ന് പെട്ടു, ആകെ നിരാശവും ദേഷ്യവും, മനസ്സിനൊരു ഭയങ്കര മാറ്റം വരും. എല്ലാത്തിനോടും ജീവിതത്തോട് തന്നെ വെറുപ്പ് വരും. പിന്നെ എല്ലാവിധ ഒരു വൈകല്യത്തിൻ്റെ പുറകെ വേറൊന്നിലേക്ക് പോകും. മദ്യപാനിയാണെങ്കിൽ പിന്നെ അവൻ മദ്യപാനത്തിൻ്റെ പുറകെ അക്രമ സ്വഭാവത്തിലേക്ക് പോകും, ഭാര്യയെ പീഡിപ്പിക്കുന്ന സ്വഭാവത്തിലേക്ക് പോകും, പിന്നെ ചിലപ്പോൾ കട്ടെടുക്കുന്ന സ്വഭാവത്തിലേക്ക് പോകും, വഴക്കുണ്ടാക്കുന്ന സ്വഭാവത്തിലേക്ക് പോകും. ഇതിൻ്റെ പുറകെ മനസ്സെല്ലാം നെഗറ്റീവിലേക്ക് പോകും. ഇങ്ങനെയുള്ള തലങ്ങളുണ്ട്. ചില അപകടങ്ങളെ തുടർന്ന് ഇതുപോലെ മനം മാറ്റം വരാറുണ്ട്. ബ്രെയിനിന് തന്നെ ഡാമേജ് വന്നു കഴിഞ്ഞിട്ട് മനം മാറുന്ന തലമുണ്ട്. കൂട്ടുകാരുടെ സാഹചര്യം കൊണ്ട് മനസ്സ് മാറുന്ന തലങ്ങളുണ്ട്. അതുപോലെ തന്നെ പരാജയത്തിൽപ്പെടുന്ന സമയത്ത് മനസ്സ് മാറുന്ന തലങ്ങളുണ്ട്. ഇങ്ങനെ പല വിധത്തിൽ മനസ്സ് മാറുന്ന മേഖലകളുണ്ട്. ഈ പോസിറ്റീവ് ആണെങ്കിലും ഇതുപോലെ തന്നെ പോസിറ്റീവ് തലത്തിലേക്ക് തിരിയും, മനസ്സിലായോ? അവനെ സംബന്ധിച്ചിടത്തോളം അവന് ജോലി കിട്ടും, ഇപ്പോൾ വളരെ സന്തോഷമായി, ഇപ്പോൾ ആ പണ്ടത്തെ ദേഷ്യവും വഴക്കമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു ധ്യാനത്തിൽ പോയി, വലിയ മാറ്റം വന്നു. ഒരു പിന്നെ അച്ഛൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് പോയിട്ടോ, അവൻ്റെ മനസ്സിന് എങ്ങനെയുണ്ട് ചെടുത്തി, ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ അവൾ പ്രാർത്ഥനയിൽ കൂടുന്നുണ്ട്, പിന്നെ സമാധാനമായിട്ടിരിക്കുന്നുണ്ട്, വഴക്കുണ്ടാക്കുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള തലങ്ങൾ വരും. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്കുകൾ എന്തെല്ലാമാണ്, ഈ സമാധാന കുറവിന് ഈ മനം മാറ്റത്തിൻ്റെ ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഇച്ചിരി നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. പലപ്പോഴും നമ്മൾ അവസാനത്തെ സ്റ്റേജിലാണ് അറിയുന്നത് ഈ മനം മാറ്റമാണെന്ന് കാണുന്നത്. ചെറിയ മനംമാറ്റമൊന്നും നമ്മൾ നോട്ട് ചെയ്യില്ല. അതിന് പല ഘടകങ്ങൾ, ഈ മനസ്സ് മാറിയിട്ടുണ്ടോ വികലമായിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ പല ഘടകങ്ങൾ അറിയാം. ഒന്ന്, ക്രമമായൊരു ജീവിതശൈലി ഉണ്ടോ, വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടോ, ഒരുമിച്ചിരുന്ന് ഭക്ഷണമുണ്ടോ, പിന്നെ വളരെ വൈകി വരുന്നുണ്ടോ, ഇതുപോലെ തന്നെ എപ്പോഴും മൊബൈൽ ഫോണും കൈ പിടിച്ചുകൊണ്ട് മുറിക്കകത്ത് പൂട്ടിയിട്ട് ഇരിക്കുന്നുണ്ടോ. ഈ മൊബൈൽ ഫോൺ പലപ്പോഴും വികലമായ തരത്തിലേക്ക്, ഈ അശ്ലീല ചിത്രങ്ങൾ ഒത്തിരി കാണുന്നവൻ്റെ മനസ്സ് മാറിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ള തലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെ ഫിലിമിൻ്റെ പുറകെ, ക്രിക്കറ്റിൻ്റെ പുറകെ, ഇതൊന്നും വേണ്ടാന്നല്ല ഞാൻ പറയും, എല്ലാം ക്രമീകരിച്ച് ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മനസ്സ് വികലമായ വ്യക്തികളെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും, മനസ്സിലായോ? ഒന്ന് ഞാൻ പറയും, ഏറ്റവും നല്ല മെത്തേഡാണ് ഇവൻ്റെ ജീവിതത്തിലേക്ക് ഒരു ശൈലി മാറ്റിയെടുക്കുക. പറ്റുമെങ്കിൽ ഒരു ധ്യാനത്തിന് കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നിട്ട് ക്രമമായൊരു ജീവിതം, കൃത്യസമയത്ത് എഴുന്നേൽക്കുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഒരു ശൈലിയിൽ മാറ്റം വരുത്തുക. ഇതുപോലെ തന്നെ ജോലിയിലും ക്രമീകരിക്കുക. ജോലിക്ക് പോകാതെ വെറുതെ കിടക്കാതെ ഉണ്ട്, ജോലിക്ക് വെറുതെ കിടക്കുന്ന സ്വഭാവത്തിൽ നിന്ന് മാറി ജോലി ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരണം. അപ്പോൾ അങ്ങനെ ജോലിയിൽ
കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം, സ്നേഹം വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ തെന്നിപ്പോവും. നമ്മളെ ഓരോന്നും നിയന്ത്രിക്കുന്നുണ്ട്. ആ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ നിയന്ത്രണത്തിലേക്ക് നമ്മൾ വരാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ മനസ്സിന് മാറ്റം വരും. ഇങ്ങനെയുള്ള തലങ്ങൾ വരണം. വൈകല്യങ്ങളിൽ നിന്ന് മോചനം കിട്ടണം. മദ്യപാനം, പുകവലി, കഞ്ചാവ്, LSD, ഗ്യാങ്ങുകൾ, ഇങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് ശ്രമിക്കണം. ചില പ്രാർത്ഥനയിലേക്ക്, ജീവിത നവീകരണത്തിലേക്ക് വരണം. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ സമാധാനം കിട്ടും. വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇവൻ്റെ മനസ്സ് മാറിപ്പോകുന്ന ശൈലി ഏതെങ്കിലുമൊക്കെ ഉണ്ടോ, അത് നമ്മൾ നോക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ വികലമായ ശൈലിയിലേക്ക് അല്ലെങ്കിൽ പോകുന്ന സ്വഭാവത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാറ്റം കിട്ടും. കൂട്ടുകാർ വളരെ പ്രധാനപ്പെട്ട തലമാണ്. നീ ആരാണെന്നറിയാൻ നിൻ്റെ കൂട്ടുകാരനെ പഠിച്ചാൽ മതി. നീ എന്താണെന്നറിയാനായിട്ട് നിൻ്റെ തത്വശാസ്ത്രം എന്താണെന്ന് പഠിച്ചാൽ മതി. തത്വശാസ്ത്രം പ്രധാനപ്പെട്ട സ്ഥലമാണ്. ചിലർക്ക് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ഏതെങ്കിലും പുസ്തകങ്ങളൊക്കെ വായിച്ച്, ഞാനൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടതാണ്, അവന് അമ്മ പറയും, എൻ്റെ അച്ചു അവൻ ഈ യുക്തിവാദികളുടെ പുസ്തകമെല്ലാം കൊണ്ടുവന്നിരുന്ന് വായനയാണ്. ഇപ്പം ഞങ്ങളോടും യുക്തിവാദമാണ്. യുക്തിവാദത്തിൻ്റെ തലങ്ങൾ. ആ യുക്തിവാദികളെല്ലാം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ചില വികലമായ വ്യക്തിത്വം തന്നെ മാറിക്കിട്ടാനായിട്ട് യുക്തിവാദികളുടെ ചില തലങ്ങൾ ഉപകാരപ്രദം. പക്ഷേ പൊതുവേ നോക്കിക്കഴിയുമ്പോൾ യാതൊരു രോഗം പോലെയായിട്ട് മാറാം. ഇങ്ങനെയുള്ള വികലമായ പുസ്തകങ്ങൾ, അബ്സേഡിസം, നിഹിലിസം, അത്യുന്താധുനിക ചിന്തകൾ, ഹിപ്പി പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള തത്വശാസ്ത്രങ്ങൾ ഇവൻ്റെ വ്യക്തിത്വത്തിൽ ഒത്തിരി സ്വാധീനം വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള തലങ്ങൾ, അങ്ങനെയുള്ള ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവത്തിൽ തന്നെ മാറും. ചില മതവിഭാഗങ്ങൾ തന്നെ, ടെററിസ്റ്റ് വിഭാഗങ്ങൾ ഉണ്ടാകാം. ആ തലങ്ങളിലേക്കൊക്കെ ചെന്നുപെട്ട് കഴിഞ്ഞാൽ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നെന്ന് വരാം. ഇതുപോലെ തന്നെ വികലമായ വ്യക്തിത്വത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മനസ്സ് സമാധാനവും ശാന്തിയും കിട്ടാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സ് കുറച്ച് സ്റ്റേബിളായിട്ട് നിൽക്കണം. ഒരു തത്വത്തിൽ സമൂഹത്തിന് യോജിച്ച വിധത്തിലുള്ള മനസ്സ് രൂപപ്പെടുത്തിയിരിക്കണം. മനസാക്ഷി രൂപപ്പെടുത്തിയിരിക്കണം. ആ മനസാക്ഷി രൂപപ്പെടുത്തി ധൈര്യമായിട്ട് പിടിച്ചു നിന്ന് പോകാനായിട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ഒരു മനസാക്ഷി ഉണ്ടാകാതിരിക്കാനുള്ള കൃപാവരം നമുക്ക് പ്രാർത്ഥിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമസ്കാരം.